ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വെൽക്കം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഈവനിങ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഈവനിങ് അല്ല കേട്ടോ, ശരിക്കും ആഫ്റ്റർനൂൺ ആണേ. ഇത് തൻവിക്കിൻ്റെ തന്നെ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന UKG ഒരുമിച്ച് പഠിക്കുന്ന ധൻവിക്കിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ധൻവിക എന്നാണ് പേര്. തൻവിക പിന്നെ ധൻവികയുടെ അമ്മ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കുഞ്ഞുങ്ങളുടെ എക്സാം കഴിഞ്ഞ് വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, നമുക്ക് വെനസ്ഡേ കുട്ടികളുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പർച്ചേസ് പോലെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സന്ദീപേട്ടന് വർക്കുള്ളത് കൊണ്ട് ഞാൻ അവളെ വിളിച്ച് ചോദിച്ചപ്പം രേഷ്മ ഫ്രീ ആണ് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. രേഷ്മ ആണ് ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ആണ് കേട്ടോ ഇപ്പം കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ പോകുമ്പം സന്ദീപേട്ടൻ വരാറേ ഇല്ല, വരേണ്ട ആവശ്യം വരാറില്ല. കാരണം രേഷ്മ ഒന്ന് പിക്ക് ചെയ്യും. അങ്ങനെ ഞങ്ങൾ രണ്ടാളുമാണ് എല്ലാ പരിപാടിക്കും പോകാറുള്ളത്. ഇത് ധൻവിക്കിൻ്റെ ക്ലാസ്മേറ്റാണ് കേട്ടോ. അവർ നല്ല ഫ്രണ്ട്സാണ്, അംഗനവാടി തൊട്ടേ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, കോട്ടായി എന്ന് പറയുന്നത്. കുറേ പേർക്കൊക്കെ അറിയുമായിരിക്കും, നമ്മുടെ ലൈവിൽ വരുന്നവരൊക്കെ പറയാറുണ്ട് കോട്ടായിലൊക്കെ അറിയാമെന്നൊക്കെ. നമ്മൾ പോകുന്നത് കോട്ടായി ഭാഗത്തോട്ടാണ്. ഇപ്പോൾ കുട്ടികളുടെ സ്കൂൾ എക്സാം കഴിഞ്ഞിട്ട് 12 മണിയപ്പോൾ അവർ എത്തി. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് എന്തായാലും വിശക്കുമല്ലോ അവർക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഹോട്ടലിലാണ് കേട്ടോ പോയത്. അവിടെ കോട്ടായിൽ നിന്നുള്ള ഹോട്ടലിലാണ് പോയത്. തൻവിക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പ്രത്യേകിച്ച് ഫ്രണ്ടിൻ്റെ കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ അവിടെ ഫുഡ് സെർവ് ചെയ്യുന്ന അങ്കിളിനോട് ഫുൾ സംസാരത്തിലായിരുന്നു തൻവിക്ക്. എനിക്ക് അച്ചച്ചൻ വീട്ടിലേക്ക് വരുമോ, വീടടുത്താന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും ഫുഡ് വന്നു കേട്ടോ. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്കൊക്കെ ബിരിയാണി, പിന്നെ നമ്മളൊരു ഹാഫ് മന്തി, അതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം അവരത് കൊണ്ടുവന്ന് വെച്ച സമയത്ത് തന്നെ ആ ബിരിയാണി വെച്ചത് കണ്ടോ, അത് അങ്ങനെ തന്നെ തിരിച്ചെടുത്തു. കാരണം അവന് റെഡ് വേണ്ട, വൈറ്റ് ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് അത് അപ്പം തന്നെ ആ ആങ്കിള് തിരിച്ചു കൊണ്ടുപോയി കേട്ടോ. എന്നിട്ട് നമുക്ക് വൈറ്റ് ബിരിയാണിയും അതുപോലെ കുഴിമന്തി, ഹാഫ് കുഴിമന്തിയാണ് കൊണ്ടുവന്നത്. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അവരങ്ങനെ തന്നെ അവർ രണ്ടാളും ഞങ്ങൾ തന്നെയാണ് കൈ കഴുകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി തന്നെ ഹാൻഡ് വാഷൊക്കെ ചെയ്ത് നീറ്റായിട്ട് പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുത്തത് പോയത് നമുക്ക് ഓണം സെലിബ്രേഷൻ്റെ ഐറ്റംസ് വള, കമ്മൽ, മാലയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പിലോട്ടാണ് പോയത്. ഇപ്പോൾ പർച്ചേസിങ്ങിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, പക്ഷെ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഒരു ബലൂണത് അവിടെ ഉള്ളൊരു ചേച്ചി കൊടുത്തതാണ്. കളിക്കാൻ പിള്ളേർ ഒതുങ്ങിയിരിക്കാത്തത് കൊണ്ട് അവർ കൊടുത്താണ്. ആക്ച്വലി പണ്ടൊക്കെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് മാച്ചിങ് ആയിട്ടുള്ള കമ്മൽ, മാല, വളയൊക്കെ വാങ്ങിച്ചിട്ടേ എവിടെയും പോകുള്ളൂ. ഇപ്പോൾ കല്യാണം, കാതുകുത്ത്, എന്ത് പരിപാടിയാണെങ്കിലും. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മൈൻഡ് സെറ്റൊക്കെ മാറി കേട്ടോ. കുഞ്ഞൊക്കെ ആയപ്പം ഒരു 29 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷേ എങ്കിലും നമുക്ക് ഒരുപാട് ഏജ് ആയ പോലൊരു ഫീല്. അതെന്തിനാണ് വാങ്ങണം, ഇതെന്താ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ ഒന്നും വാങ്ങാറില്ല. പിന്നെ നമ്മൾ വാങ്ങിയ ഐറ്റംസൊക്കെ ലാസ്റ്റ് കാണിക്കാം. പിന്നെ നമ്മൾ അത്തം സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ, അപ്പോൾ നമ്മൾ പൂക്കൾ കുറച്ച് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് വാങ്ങിച്ചോളൂ, ഒരു ദിവസത്തേക്ക് ഇടാൻ വേണ്ടി മാത്രം. ബാക്കി സന്ധിവട്ടം വരുമ്പോൾ വാങ്ങിയിട്ട് വരാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഇപ്പം ധൻവികയുടെ ഒരു അനിയത്തി കുട്ടിയുണ്ട്, മാളു എന്ന് പറഞ്ഞിട്ട്. അപ്പം മാളുവിന് 3 മണിയാകുമ്പോഴേക്കും അംഗനവാടി വിടും. അവിടെ 3 മണി വരെയല്ലേ, 3:30 വരെയല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് മാളുവിനെ പിക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഞങ്ങൾ തന്നെ പിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവർ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് അംഗനവാടി, അവിടെ നിന്നും കുറച്ച് അടുത്ത് തന്നെയാണ് ധനുമോളുടെ വീട് കേട്ടോ. അപ്പം അവർ അങ്ങനെ നമ്മളെ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷം ഒരു പെട്ടെന്ന് തന്നെ പോയി. നമ്മളിനി വാങ്ങിയ ഐറ്റംസൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് മഴത്തുള്ളി എന്ന് പറയുന്ന വളയാണെന്ന് പറഞ്ഞത് അവർ പറഞ്ഞു, ഞാൻ മേടിച്ചു. ഞാൻ ഇടുകയോ ഇല്ലേ എന്നുള്ളത് ആ ദിവസം തന്നെ അറിയുള്ളൂ കേട്ടോ, എൻ്റെ മൂഡ് പോലെ ഇരിക്കും. പിന്നെ ഇത് ഞാൻ അവിടെ കണ്ടിട്ട് എനിക്കൊരു കൗതുകത്തിൽ വാങ്ങിയതാണ്. അപ്പം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. ആ സമയത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഊരി വയ്ക്കും. പിന്നെ കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ മാങ്ങാമാല വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ അത് അവിടെ അങ്ങനെ തൂക്കിയിട്ടിട്ട് കണ്ടപ്പം എടുത്തു എന്നേ ഉള്ളൂ. ഇതും ഞാൻ ഇടൂ എന്നുള്ളത് ഡൗട്ടാണ്. ആ സമയത്ത് ചിലപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇടൂല. പിന്നെ എനിക്ക് എമൗണ്ട് സ്പെൻഡ് ആയത് ഈ ഐറ്റംസാണ് കേട്ടോ. ഓൾറെഡി ലിപ്സ്റ്റിക്ക് കയ്യിലുണ്ട്, ഒരെണ്ണം എടുക്കാമെന്ന് പറഞ്ഞ് പോയപ്പം വേറെ ഷെയ്ഡ് കണ്ടപ്പം അങ്ങനെ ഒരു ഇഷ്ടത്തിൽ 4 എടുത്തു. വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതെല്ലാം വാങ്ങണ്ടായിരുന്നു എന്ന്. പിന്നെ നമ്മൾ 20 രൂപയുടെ ഒരു നെയിൽ പോളിഷ് മേടിച്ചു. ഇതും ചിലപ്പോഴേ ഇടൂ, ഉറപ്പില്ല. പിന്നെ എനിക്ക് ഒരുപാട് വലിയ പൊട്ടുകൾ തൊടുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പം കുഞ്ഞു പൊട്ടുകളാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ എന്തിനാണ് എടുത്തതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല.
മുല്ലപ്പൂ വയ്ക്കുമെങ്കിൽ വെക്കാം, അത്ര യൂസ് ഉള്ളൂ. പിന്നെ നമ്മുടെ എല്ലാ ലൈവിലും ഞാൻ പറയുന്നതാണ് ഫെയർ ആൻഡ് ലവ്ലി. ഫെയർ ആൻഡ് ലവ്ലിയാണ് നമ്മുടെ ബ്യൂട്ടി. നമ്മുടെ ഒരു മറ്റേ ചന്ദനം തൊടാനും എല്ലാത്തിനും ഫെയർ ആൻഡ് ലവ്ലിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബണ്ണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ എടുത്തതാണ്. ഇങ്ങനെ കിലുങ്ങുന്നുണ്ടായിരുന്നു, അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കിലിക്കിലിന്ന് കിലുങ്ങുന്നുണ്ട്. ഈ ഐറ്റം ചെറുതാണ്, ഇതിന് 35 രൂപ അത്രയും റേറ്റ് ഉണ്ട്. പിന്നെ ഇതെൻ്റെ അമ്മയ്ക്ക് ഒരു വലിയ ബണ്ണും അതുപോലെ ഒരു ക്ലിപ്പും കൂടെ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പം മേടിച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഡേ. ജസ്റ്റ് ഒരു ഈവനിങ് ഔട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ജസ്റ്റ് ഔട്ട് സൈഡൊക്കെ പോയിട്ട് സെറ്റാക്കിയിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.